ഓൾ ബിന്ദു ഫാൻസ് ഗോ ബാക്ക് ടു ദെയർ ക്ലാസ്സസ്. മനസ്സിലായില്ലല്ലേ? എല്ലാ ബിന്ദു ഫാൻസുകാരും നേരെ അവരവരുടെ ക്ലാസ് മുറികളിലേക്ക് പോയിക്കോ. കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. വിചാരിച്ചത്ര കുളം കലക്കാൻ പറ്റിയില്ല. എന്താണെന്നല്ലേ? രാവിലെ മുതൽ പകൽ വെളിച്ചത്തിൽ വാർത്താ കച്ചവടക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ദളിത് വിരോധം സൃഷ്ടിക്കാനുള്ള ഒരു നാടകം അരങ്ങേറിയിരുന്നു. അതിനെ ഏറ്റവും ഒടുവിൽ രാവിലെ പറഞ്ഞ ബിന്ദുവിൻ്റെ നാവ് കൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ വാക്ക് വളച്ചൊടിച്ചതിൽ വ്യക്തതയോടുകൂടി ഒരു മറുപടി പറഞ്ഞു വെച്ചു. ബിന്ദു, കേൾക്കാമോ? കേൾക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിന്ദുവിന് പരാതിയുണ്ടോ? പരാതിയില്ല. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അധികം ബിന്ദുവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ആ മനോവിഷമത്തിൽ പറഞ്ഞു പോയതാണ് എന്ന വക്കീലിന്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. താങ്ക് യു ബിന്ദു, ചർച്ചയിൽ കേട്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പരാതിയില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു, പരാതി പറയുന്നത് മുഴുവൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി കേൾക്കുന്നുണ്ട്. എഴുതി കൊടുത്ത പരാതി വായിച്ചില്ല. അതവർ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടു. എഴുതി കൊടുത്ത പരാതി വാങ്ങി മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഇതിങ്ങനെ ഒരു മോഷണ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, FIR ഇട്ട് കഴിഞ്ഞാൽ കേസ് എടുക്കേണ്ടി വരും. പിന്നെ അതെല്ലാം കോടതിയിലാണ്. ബാക്കി ഈ പരാതി ആർക്കാണോ ബന്ധപ്പെട്ടവർക്ക് കൈമാറുകയാണ്. പിന്നീട് ബിന്ദു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവരുടെ അഭിഭാഷകൻ കൂടി വിശദീകരിച്ചപ്പോഴാണ് പോളിഷ്ഡ് ഭാഷയിൽ സംസാരിക്കാൻ അറിയാത്ത ഒരു സാധു സ്ത്രീയുടെ വാക്കിനെ വളച്ചൊടിച്ച് വിവാദം സൃഷ്ടിച്ച് വാർത്താ കച്ചവടമാക്കി മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബിന്ദുവിൻ്റെ കേസ് വേണ്ടത്ര പരിഗണിച്ചില്ലത്രേ. ഒരു ഉദ്യോഗസ്ഥൻ വരുത്തിയ വീഴ്ചയാണ്. നമ്മുടെ നാട്ടിലെ ഒരു ആചാരമാണല്ലോ, പോലീസിൽ എന്ത് നല്ല കാര്യമുണ്ടായാലോ, പോലീസിൻ്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും പരാതിക്ക് പരിഹാരമുണ്ടാക്കിയാലോ, ഏതെങ്കിലും പ്രതിയെ പിടിച്ചാലോ, കാണാതായവരെ കണ്ടെത്തിയാലോ, ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് യാതൊരു ഉത്തരവാദിത്വമില്ല. ആ ക്രെഡിറ്റ് മുഴുവൻ പോലീസിനാണ്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഒരു വീഴ്ച വരുത്തുകയാണ്, ആ വീഴ്ചയുടെ മുഴുവൻ ഉത്തരവാദിത്തം ആഭ്യന്തരമന്ത്രിക്കാണ്, പിണറായി വിജയനാണ്, ആ ഓഫീസിനാണ്. അവിടെ ആ ഉദ്യോഗസ്ഥൻ്റെ തെറ്റ് ചർച്ച ചെയ്യാനേ പാടില്ല. കാര്യം ഉദ്യോഗസ്ഥനെ നമ്മൾ ന്യായീകരിക്കണമല്ലോ. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അങ്ങനെയാണ്. തെറ്റ് ചെയ്തവൻ ന്യായീകരിക്കപ്പെടും, കുറ്റം മുഴുവൻ അതിൻ്റെ ചുമതലയുള്ള വ്യക്തിക്ക്. അതാണ് ബിന്ദുവിൻ്റെ കേസിൽ സംഭവിച്ചത്. അവർ പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ചു. ഒടുവിൽ വൈകുന്നേരമായപ്പോൾ വസ്തുത അവർ തന്നെ വിശദീകരിച്ചു. പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേർഡ് ബൈ വേർഡായിട്ട് ഉത്തരം പറയാൻ അറിയാത്ത അവരുടെ ഒരു വാക്കിനെ വളച്ചൊടിച്ച് സർക്കാരിനെതിരാക്കാൻ ശ്രമിച്ചതിനെ ഒടുവിൽ അഭിഭാഷകൻ വിശദീകരിച്ചപ്പോൾ കൃത്യമായി നാടിന് കാര്യങ്ങൾ മനസ്സിലായി. ഓരോ വിവാദങ്ങളും ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. കേട്ട പരാതി ബന്ധപ്പെട്ടവർക്ക് കൈമാറി. അതിൽ ഒരു ഉദ്യോഗസ്ഥന് നടപടിയെടുക്കുന്നതിൽ വിമുഖത കാട്ടിയതിൻ്റെ പേരിൽ അതിൽ നടപടി വൈകി. ആ നടപടി വൈകിയതിനെ സർക്കാരിൻ്റെ തലയിൽ വെച്ച് ആഘോഷിച്ചവർ വൈകുന്നേരമായപ്പോൾ അവരുടെ പ്രതികരണം കേട്ടപ്പോൾ ഒരു തണുത്ത മട്ടാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ നടന്ന ആ ചർച്ചയിൽ അരുൺകുമാർ ചില കാര്യങ്ങൾ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അത് കേൾക്കേണ്ടതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരം കൂടിയായി ആ പ്രതികരണം മാറുന്നുണ്ട്. ഇരയാക്കപ്പെട്ട പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ പ്രതിഭാസം എങ്ങനെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്? അരുൺ, ഏതെങ്കിലും തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ, ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസർമാർ നടത്തുന്ന വീഴ്ച, ആ വീഴ്ച ഗൗരവമായിട്ട് പരിശോധിക്കുക, അതുപോലെ തന്നെ പരാതി കിട്ടിയാൽ പരിഗണിക്കുക, തുടർ നടപടി സ്വീകരിക്കുക. അത്തരത്തിലുള്ള സാഹചര്യം പിന്നീട് ഉണ്ടാകാതെ കൃത്യമായി നോക്കുക. അതാണ് ഗവൺമെന്റ് സംവിധാനത്തിന് ചെയ്യാൻ കഴിയുക. ഇവിടെ കൃത്യമായിട്ട് ഒരു പരാതി പോലീസിന് കിട്ടുന്നു. ആ പരാതിയിൽ FIRലെ വാചകം ഇങ്ങനെയാണ്: പ്രതി ആവലാതിക്കാരിയുടെ കുടപ്പനക്കുന്ന് വില്ലേജിൽ ചെട്ടിവിളാകം വാർഡിൽ NCC റോഡ് ഭഗവതി നഗർ 117 ബദേൽ വീട്ടിൽ വീട്ടുജോലിക്കായി ജോലി ചെയ്തു വരവെ 19/4/2025 രാവിലെ 8 മണിക്കും വൈകുന്നേരം 4 മണിക്കും ഇടയിലുള്ള ഏതോ സമയം ആവലാതിക്കാരിയുടെ 18 ഗ്രാം തൂക്കം വരുന്ന കട്ടിംഗ് ഫാക്ഷനിലുള്ള സ്വർണമാലയും അതിലുണ്ടായിരുന്ന കുരിശു മോഡലിലുള്ള മിന്നും കല്ല് വെച്ച ഒരു പെണ്ടുലം ഉൾപ്പെടെ 2 ലക്ഷം രൂപയുടെ വസ്തുവകകൾ മോഷണം ചെയ്തെടുത്തു കൊണ്ടുപോയി പ്രതി മേൽ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു പരാതി കിട്ടി, FIR രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഭാഗമായി ഇന്ന പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സംശയമല്ല, ഇന്ന വ്യക്തി എന്ന് തന്നെ ആ പരാതിയിൽ പറയുന്നു. അപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഈ പരാതിക്കാർ തന്നെ വന്ന് ഈ മോഷണം പോയി എന്ന് പറയുന്ന വസ്തുവകകൾ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയതായിട്ട് പറയുന്നു. പോലീസിനെ സംബന്ധിച്ച് ഒരു പരാതി കിട്ടിയിട്ട് നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതാകും പിന്നീട് ഒരു ഒഫൻസ്.
അതിനുശേഷം പിറ്റേ ദിവസം പരാതിക്കാർ തന്നെ വന്ന് തിരിച്ചു പറയുന്നു. ആ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ആ സ്റ്റേഷനിൽ വെച്ച് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹോദരിക്കുണ്ടായിട്ടുള്ള അനുഭവം അത് കേരളത്തിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമായിട്ടല്ല. ജനമൈത്രി പോലീസും മാതൃകാ പോലീസും നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ പോലീസും കേസ് അന്വേഷണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മാറിയ പോലീസും അതുപോലെ തന്നെ മയക്കുമരുന്ന് മറ്റ് കേസുകളിലെല്ലാം വളരെ സാഹസികമായി പ്രതികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന പോലീസുമൊക്കെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഒരു പരാതി ഉയർന്നു വരുന്നു, മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, കുടിവെള്ളം ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല, അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഏത് പോലീസ് സ്റ്റേഷനിലും അത്തരം അനുഭവം ഉണ്ടായാൽ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും അത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാർ പോലീസ് സേനയുടെ ഭാഗമായി മാറാൻ നിൽക്കാൻ അർഹതയില്ലാത്തവരുമാണ്. 101 പോലീസുകാർക്കെതിരെ അടുത്ത കാലത്ത് നടപടിയെടുത്ത വാർത്ത നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് രാവിലെ മുതലുള്ള ചർച്ച, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ചർച്ച, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല, ആ പരാതി മേശപ്പുറത്തേക്ക് ഇട്ടു, കേൾക്കാൻ തയ്യാറായില്ല എന്ന രൂപത്തിലാണ് അത് വ്യാഖ്യാനിക്കുന്നത് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് അടക്കം അത് ഏറ്റുപിടിച്ചു. ഒരു കോഴിക്കോട്ടെ DCCC സെക്രട്ടറി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എന്താണ് മലയാള മനോരമ പത്രത്തിൽ ഹെഡിംഗ് വാർത്തയായിട്ട് വരുന്നത്, അതാണ് പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ പത്രസമ്മേളനം എന്ന് കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞു നമ്മുടെ മുന്നിലുണ്ട്. റിപ്പോർട്ടർ ചാനലടക്കം ഇന്ന് രാവിലെ കൊടുത്ത വാർത്തകൾ ഏറ്റുപിടിച്ച് പ്രതിപക്ഷ നേതാവ് വലിയ ആക്രമണം നടത്തി. ഇപ്പോൾ ഇവിടെ പരാതിക്കാരിയുണ്ട്, അഭിഭാഷകനുണ്ട്. പരാതിക്കാരി എന്ന് വെച്ചാൽ ഈ വിഷയത്തിലെ പരാതിക്കാരി, അഭിഭാഷകനുണ്ട്. അവർ പറഞ്ഞല്ലോ, അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു. ഈ പരാതി ആദ്യം കൊടുക്കുന്നത് എവിടെയാണ് അഡ്വക്കേറ്റ് കിഷോർ? പട്ടികജാതി കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഓഫീസിലും പട്ടികജാതി കമ്മീഷനിലും DGPക്ക് കൊടുത്ത പരാതിയിൽ അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായത് അല്ലേ? എല്ലായിടത്തുനിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താ സംഭവിച്ചത്? 15 ദിവസത്തിനകം റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ ഞാനും കൂടിയാണ് പോയത്. അവിടെ പോയി പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പരാതി ബിന്ദു പറഞ്ഞ വായിച്ചു നോക്കിയില്ല, പക്ഷേ ബിന്ദു പറയുന്ന മുഴുവൻ അദ്ദേഹം കേൾക്കുകയുണ്ടായി. ബിന്ദു പറഞ്ഞത് മുഴുവൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു, നമ്മളെ വാക്കാലാണ് പറയുന്നത്. അത് കേട്ടതിന് ശേഷം പോലീസ് കേസെടുക്കും, നിയമപരമായി കോടതിയിലല്ലേ നോക്കേണ്ടതെന്നുള്ളതാണ് ആദ്യം അദ്ദേഹത്തിന്റെ ധാരണയായിരുന്നു എന്ന് തോന്നുന്നു. പോലീസ് നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നോ? അപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു, അത് നമ്മളിങ്ങ് ഇറങ്ങുമ്പം നോക്കി നടപടിയെടുക്കാം എന്ന് പറഞ്ഞു. ബിന്ദു ആദ്യം അങ്ങ് ഇറങ്ങുകയാണ്, അപ്പൊ ഞാനാണ് ബാക്കിൽ നിന്ന് വന്നത്. അതായത് ബിന്ദു ഇറങ്ങുന്നു, ബിന്ദു ഇറങ്ങി കഴിഞ്ഞു, പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നുണ്ട് നടപടി എടുക്കാം എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അത് താങ്കൾ കേട്ടു? അതൊന്ന് പറയുന്നുണ്ട്, കേട്ടു. പിന്നെ ഉള്ളത് ഈ 3 നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് AC മൊഴിയെടുക്കുകയുണ്ടായി ബിന്ദുവിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ. കേട്ടാൽ മതിയല്ലോ, കൃത്യമായി കാര്യങ്ങൾ കേട്ടിട്ട് നടപടി ഉണ്ടാകും, ഉചിതമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു. ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു FIR റദ്ദാക്കാൻ അധികാരമില്ല, കൺസേൺഡ് കോടതിക്കേ പറ്റൂ. ഒരു FIR റദ്ദാക്കാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ അധികാരമുള്ളൂ. മജിസ്ട്രേറ്റ് കോടതിക്കോ ജില്ലാ കോടതിക്കോ മറ്റു കോടതികൾക്കൊന്നും അധികാരമില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ കേട്ട പരാതി അനുസരിച്ച് തുടർ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇവിടെ അഭിഭാഷകൻ പറഞ്ഞല്ലോ, പിറ്റേ ദിവസം തന്നെ കന്റോൺമെന്റ് പോലീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഇതിലെ പരാതിക്കാരിയായ ശ്രീമതി ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. 15 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ആ കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ കൊടുക്കുന്നു. അതിൽ തുടർ നടപടി വരുന്നു. ഇപ്പോൾ പോലീസിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ, അതുപോലെ തന്നെ ഇതിലെ പരാതിക്കാരിയായ ബിന്ദുവിന് മെന്റൽ ആഗണി ഉണ്ടാക്കിയ ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. മറ്റു ചില പോലീസുകാരുടെ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അന്വേഷണം നടക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ ഇതിന്റെ എൻക്വയറി പൂർത്തീകരിക്കുമെന്ന് ഈ ഉത്തരവിന്റെ അവസാനം തന്നെ പറയുന്നുണ്ട്. പരാതിയിൽ ക്രിയാത്മകമായിട്ട് ചർച്ചയിൽ കൂടി പങ്കെടുക്കാനുണ്ട്. ബിന്ദു, ഇപ്പോൾ അരുൺ പറയുന്ന അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കി രാവിലെ ബിന്ദു പറഞ്ഞ കാര്യങ്ങൾ എന്നാണ്. ബിന്ദു രാവിലെ പറഞ്ഞ ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ, അതല്ല നേരത്തെ കിഷോർ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞത് കേൾക്കാതെ പോയതാണോ ബിന്ദു? ഞാൻ കേട്ടില്ല. കിഷോർ കേട്ട് കാണും, കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടില്ല. ഞാൻ മുമ്പേ ഇറങ്ങിപ്പോയി, അതിനുശേഷമാണ് വക്കീലിന്റെ ബാക്കിൽ നിന്ന് വന്നത്. അപ്പോൾ ഒരു മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാമോ? അത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു നിമിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ബിന്ദുവിന് പരാതി ഉണ്ടോ? ബിന്ദു കേൾക്കാമോ?
കേൾക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബിന്ദുവിന് പരാതിയുണ്ടോ? പരാതിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അപ്രകാരം ഒരു നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ ബിന്ദുവിനുണ്ടോ? ഇല്ല. അഡ്വക്കേറ്റ് കിഷോർ പറയുന്നതാണ് ശരിയെന്ന് പറയാൻ കഴിയുമോ ബിന്ദു? കഴിയും. അപ്പം ബിന്ദുവിൽ പറഞ്ഞതെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറി കേട്ടു. പക്ഷേ അത് വായിച്ചു നോക്കിയില്ല, അത് മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അഡ്വക്കേറ്റ് കിഷോറിനോടാണ് പറഞ്ഞത് നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കമ്മീഷണർ അതിനിടയ്ക്ക് നടപടി എടുത്തു. അതിൽ ആദ്യ ഘട്ടത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തു. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണത്തിൽ ഇപ്പോൾ തൃപ്തിയുണ്ട്. പരാതിയില്ല. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അധികം ബിന്ദുവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ആ മനോവിഷമത്തിൽ പറഞ്ഞു പോയതാണ് എന്ന വക്കീലിന്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. താങ്ക് യു ബിന്ദു ചർച്ചയിൽ പങ്കുചേർന്നതിന്. എനിക്കറിയാം ബിന്ദുവിന് മറ്റ് 1-2 ചാനലുകളിൽ കൂടി ഇന്ന് ചർച്ചയ്ക്ക് പോകണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ബിന്ദുവിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയില്ല എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അരുൺ എന്തോ എന്നോട് ചോദിക്കാൻ വന്നു.